കുറച്ച് ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു, എന്ത് പറ്റി പഴയപോലെ യൂട്യൂബിൽ വീഡിയോസ് ഒന്നും കാണുന്നില്ലല്ലോ, എന്താണ് വീഡിയോ ഇടാത്തതെന്നൊക്കെ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഉത്തരം ഈ ഒരു വീഡിയോയിലൂടെ നൽകാമെന്ന് ഞാൻ കരുതി. അത് വേറൊന്നുമല്ല ഗൈസ്, എനിക്ക് 2 മാസം മുമ്പ് ചെറിയൊരു ആക്സിഡൻ്റ് ഒക്കെ പറ്റി ബെഡ് റെസ്റ്റ് എടുക്കുകയായിരുന്നു. ഇപ്പം ഒരു വിധത്തിൽ റിക്കവറായി എന്ന് വേണം പറയാൻ. എല്ലാം നിങ്ങളുടെ പ്രാർത്ഥനയുടെ അനുഗ്രഹത്തിൻ്റെയും ഫലം ഒന്നുകൊണ്ട് മാത്രമാണ്. ശരിക്കും അതിന് ഞാൻ നിങ്ങളോട് ഓരോരുത്തരോട് നന്ദി പറയുകയാണ്. ഓക്കെ, അപ്പോൾ ഇനി പുതിയ പുതിയ കണ്ടന്റുള്ള വീഡിയോസ് ബാക്ക് ടു ബാക്ക് ഞാൻ ചെയ്യുന്നതാണ്. അപ്പോൾ എനിക്ക് വേണ്ടത് നിങ്ങളുടെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ടാണ്. നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസൊക്കെ ലൈക്കും ഷെയറും ചെയ്തൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ലെറ്റ്സ് ബാക്ക് ടു ദ വീഡിയോ ഗൈസ്. വെൽക്കം ബാക്ക് ടു ട്രാവൽ ടെക് ട്രൈബ്സ് യൂട്യൂബ് ചാനൽ. ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ പോകുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് മാർഷലിൻ്റെ എംബർട്ടൺ 2 എന്ന് പറയുന്ന ഈ ഒരു ബ്ലൂടൂത്ത് സ്പീക്കറിൻ്റെ വിശേഷങ്ങളാണ്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ മൊത്തത്തിലുള്ള കോൺഫിഗറേഷനും കാര്യങ്ങളും നമുക്ക് ഈ വീഡിയോയിലൂടെ പരിശോധിക്കാം. വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. നല്ല ലൗഡറായിട്ടും ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടും പാട്ട് കേൾക്കാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എന്നാൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു സ്പീക്കർ പരിഗണിക്കണമെന്നേ ഞാൻ പറയൂ. അതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് ഇതിൻ്റെ ആ ഒരു ക്വാളിറ്റി. പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ സ്പീക്കർ ഞാൻ യൂസ് ചെയ്തതേ കുറച്ച് നാൾ. ഇതിൻ്റെ പൊന്നെണ്ണ കിടിലം ബ്ലൂടൂത്ത് സ്പീക്കർ. ഈ ഒരു സ്പീക്കറിൽ എനിക്ക് ഒറ്റ നോട്ടത്തിൽ തോന്നിയ 3 കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം. ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ഡിസൈൻ. ഇതൊരു ബോക്സി ഡിസൈനാണ്. അതായത് നമുക്ക് ഒട്ടും മടുപ്പ് തോന്നിക്കാത്ത വളരെ ക്യൂട്ടായിട്ടുള്ള ബോക്സി ഡിസൈൻ. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ബിൽഡ് ക്വാളിറ്റിയാണ്. ഞാൻ കുറച്ച് ബ്ലൂടൂത്ത് സ്പീക്കറുകളെല്ലാം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊന്നും കാണാത്തൊരു ബിൽഡ് ക്വാളിറ്റി ഇതിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് സാധാരണ ബ്ലൂടൂത്ത് സ്പീക്കറുകളിലെല്ലാം പ്ലാസ്റ്റിക് മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി വളരെ മോശമായിരിക്കും. തറയിൽ വീണാൽ അപ്പം തന്നെ പൊട്ടിപ്പോവും, അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഈ ഒരു പ്രോഡക്റ്റ് ഇരുന്നും കൊണ്ട് തള്ളണയാണെന്ന് വിചാരിക്കരുത്. എൻ്റെ പൊന്നാണ് കിടിലം ബിൽഡ് ക്വാളിറ്റി, ഒന്നും പറയാനില്ല. ഇതിൻ്റെ ചുറ്റും എന്ന് പറയുന്നത് നമ്മുടെ റബ്ബർ തന്നെ റബ്ബർ മെറ്റീരിയൽ കൊണ്ട് അങ്ങ് റാപ്പ് ചെയ്ത് വെച്ചേക്കാണ്. ഇനിയൊന്ന് ഒന്നുകിൽ നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ ആരെങ്കിലും ഉണ്ടെങ്കിലോ അല്ലാന്നുണ്ടെങ്കിൽ ഈ മാർഷലിന് ഓഫ്ലൈൻ ഷോപ്പൊക്കെ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ പോയി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഇതിപ്പം ഞാൻ മേടിച്ചതൊന്നുമല്ല, എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെതാണ്. അപ്പം മേടിക്കാൻ കാശില്ലെങ്കിലും നിങ്ങൾക്ക് പോയി ചെക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. എൻ്റെ പൊന്നടോ എന്നാ ബിൽഡ് ക്വാളിറ്റിയാണ്. ഇത് ഈ സൈഡൊക്കെ എന്ന് പറയുന്നത് റബ്ബർ മെറ്റീരിയലാണ്. എന്ത് റബ്ബറാണെന്ന് എനിക്കറിയത്തില്ല. കാരണം ഒരു രക്ഷയില്ല. പാനൽ ഗ്യാപ്പ് പോലും വരുന്നില്ല. ചെറിയ പാനൽ ഗ്യാപ്പോ അങ്ങനെ ഒന്നും വരുന്നില്ല. നല്ല ബിൽഡ് ക്വാളിറ്റി. സ്വിച്ചസ് ഒക്കെ കണ്ടില്ലേ? എൻ്റെ പൊന്നോ, നല്ല ഗോൾഡ് തന്നെ എന്തോ നല്ല ഗോൾഡൻ കളറിലാണ് സ്വിച്ചസ് കൊടുത്തിരിക്കുന്നത്. പിന്നെ മാർഷൽ എന്ന് പറയുന്ന എഴുത്തൊക്കെ കണ്ടില്ലേ? ഗോൾഡൻ കളറിലാണ് കൊടുത്തിരിക്കുന്നത്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പോർട്ടബിലിറ്റി ആൻഡ് ലൈറ്റ് വെയിറ്റ്. സാധാരണ നമ്മളെ ചില ബ്ലൂടൂത്തുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലിപ്പമുള്ളതായിരിക്കും. ഞാൻ ഒരിക്കൽ ടൂർ പോയപ്പോഴത്തേക്കും ഒരു ചേട്ടൻ കൊണ്ടുവന്ന ബ്ലൂടൂത്ത് സ്പീക്കർ എന്ന് പറയുന്നത് ഈ നമ്മുടെ ഈ പഴയ ടേപ്പ് റെക്കോർഡറില്ലേ അതേ ഫോം ഫാക്ടർ, ഇത്രയും നല്ല വലിപ്പവും ഒരു സൈഡിൽ ഇങ്ങനെ മുകളിലായിട്ടൊരു ഹാങ് ചെയ്യാനുള്ളൊരു പിടിയും. ഞാനും എൻ്റെ കുറച്ച് ഫ്രണ്ട്സുമായിട്ട് ട്രിപ്പ് പോയപ്പോഴത്തേക്ക് ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അതെന്ന് പറയുന്നത് ഒരു മദ്ദളം പോലെ, 2 സൈഡും മദ്ദളം പോലെ ഇരിക്കുന്നതാണ്. അതാവും ബാഗ് പോലെയാണ് തൂക്കിക്കൊണ്ടു പോകുന്നത്. അത് നമുക്ക് ബാഗിനകത്ത് ഇടാനോ അങ്ങനെയൊന്നും പറ്റത്തില്ല. പക്ഷെ നല്ല സൗണ്ടൊക്കെ ആയിരുന്നു. എന്നാൽ ഇതെല്ലാം ഈ ഒരു കുഞ്ഞൻ സ്പീക്കറിൽ ഉണ്ട്. അതായത് ഇത് പോർട്ടബിളുമാണ്, ഇത് വളരെ ലൈറ്റ് വെയ്റ്റുമാണ്. നമുക്ക് ഏത് ബാഗിനകത്ത് വേണമെങ്കിലും വളരെ ഈസി ആയിട്ട് ക്യാരി ചെയ്ത് കൊണ്ടുപോകാം. സാധാരണ ഈ ബ്ലൂടൂത്ത് സ്പീക്കർ കൊണ്ടുപോകാൻ വേണ്ടി ഇനി സെപ്പറേറ്റ് ബാഗ് വേണം, അങ്ങനെ ഒന്നും വേണ്ടേ. നമ്മൾ യൂസ് ചെയ്യുന്ന സാധാരണ ബാഗിനകത്ത് ഇട്ടുകൊണ്ട് പോകാം. മാത്രമല്ല ഇതിൻ്റെ ഒരു സൗണ്ട് ക്വാളിറ്റി എന്ന് പറയുന്നത് ഇങ്ങനെ ഇരിക്കണേന്ന് നിങ്ങൾ നോക്കണ്ട. എൻ്റെ അമ്പോ ഒരു രക്ഷയില്ലാത്ത സൗണ്ടാണേ. 2 വശത്തും സ്പീക്കർ ഉള്ളതിനാൽ ഒരു 360 ഡിഗ്രിയിലുള്ള സൗണ്ട് ഔട്ട്പുട്ടാണ് ഇതിൽ നിന്ന് ലഭിക്കുന്നത്. അതേ കണ്ടില്ല, ഞാൻ കാണിച്ചുതരാം. ഇത് ഒരു സൈഡിലുള്ള സ്പീക്കർ യൂണിറ്റ്, ഇത് അതിന് നേരെ പുറകിലുള്ള സ്പീക്കർ യൂണിറ്റ്. കണ്ടില്ലേ? അടിപൊളിയാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം എന്ന് പറയുന്നത് കണ്ടില്ലേ, കൈക്കകത്ത് ഒതുങ്ങുന്ന ഒരു ചെറിയൊരു ബ്ലൂടൂത്ത് സ്പീക്കറാണ്. ഇതിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ട് നിങ്ങൾ ഞെട്ടുമില്ലെന്ന് ഞാൻ ഇപ്പം കാണിച്ചു തരാം. ഓക്കെ, ഇതിൻ്റെ കണക്ഷൻ എന്ന് പറയുന്നത് വളരെ എളുപ്പം. സ്പീക്കറിൻ്റെ ഈ ഒരു ഭാഗത്ത് ഇത് കണ്ടില്ല, റൗണ്ട് ആയിട്ടൊരു ബട്ടൺ. ഇത് ലോങ് പ്രസ് ചെയ്യുമ്പോൾ ഈ ഒരു സ്പീക്കർ ഓൺ ആവും. പിന്നെ ഈ ഒരു റൗണ്ട് ബട്ടണിന് ചുറ്റും തന്നെ കുറച്ച് ഫംഗ്ഷൻസ് ഒക്കെ ഉണ്ട്. ഫോർവേഡ്, ബാക്ക്വേഡ്, വോളിയം അപ്പ്, വോളിയം ഡൗൺ, ഇങ്ങനെയുള്ള കൺട്രോളുകൾ. പിന്നെ ഇതെന്ന് പറയുന്നത് നമ്മുടെ ബാറ്ററി ലൈഫാണ്. എൻ്റെ നല്ല ബാറ്ററി ലൈഫാണ്, ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഈ ഒരു ബട്ടൺ എന്ന് പറയുന്നത് നമുക്ക് ബ്ലൂടൂത്ത് ഓൺ ചെയ്യാനുള്ള ബട്ടണാണ്. അതിനുശേഷം മൊബൈൽ എടുക്കുക, ജസ്റ്റ് ബ്ലൂടൂത്ത് ഓൺ ആക്കുക, അതിനുശേഷം സ്കാൻ ചെയ്യുക. സ്കാൻ ചെയ്യുമ്പോൾ തന്നെ ഇത് കണ്ടില്ലേ,
ഇതിൻ്റെ പോന്നെ എന്ത് പറയുക, അവരുടെ ആ ഒരു സ്പീക്കറിൻ്റെ ലേബലും ആ ഒരു പടവും എല്ലാം വന്നിട്ടുണ്ട്, കണ്ടില്ലേ. അതിനുശേഷം ഇവിടെ തൊട്ട് താഴെയുള്ള കണക്റ്റ് അമർത്തുക. അപ്പോഴത്തേക്കും തന്നെ ഓക്കെ കണക്റ്റ് ആയി കഴിഞ്ഞു. കോപ്പി റൈറ്റ് അടിക്കുമെന്ന് അറിഞ്ഞൂടാ, എന്നാലും കോപ്പി റൈറ്റ് ഇല്ലാത്തൊരു സോങ്ങാണ് ഞാൻ കേൾപ്പിക്കുന്നത്. ഒറ്റ ചാർജിൽ 30 മണിക്കൂർ പോർട്ടബിൾ പ്ലേ ടൈം കിട്ടുന്നു. മാത്രമല്ല ഇത് 0 മുതൽ 100 വരെ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏകദേശം 3 മണിക്കൂർ എടുക്കുന്നുണ്ട്. അതെനിക്കൊരു ലോങ് ടൈമായിട്ട് തോന്നി. ശരിക്കും പറഞ്ഞാൽ ഒരു 3 മണിക്കൂറൊക്കെ 0 to 100 വരെ ഇങ്ങനെ ചാർജ് ചെയ്യാൻ ഇടണമല്ലോ എന്ന് തോന്നി. പക്ഷേ അത് മൊത്തത്തിലൊന്ന് ചാർജായി കിട്ടിയ എൻ്റെ പൊന്നെ പിന്നെ 30 മണിക്കൂർ നമുക്ക് പാട്ട് കേട്ടങ്ങടെ അറമാദിക്കാം. IP67 ഡസ്റ്റ് ആൻഡ് വാട്ടർ പ്രൂഫ് റേറ്റിംഗ് ഉള്ളതിനാൽ ഈ ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ 1 മീറ്റർ ആഴമുള്ള വെള്ളത്തിൽ 30 മിനിറ്റ് നേരം മുക്കി വെച്ചാൽ നോ പ്രോബ്ലം ഗൈസ്. ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ സംഗീതത്തിൻ്റെ വഴിയിൽ അഴുക്കിനും മഴയ്ക്കും ഒന്നും സ്ഥാനം വരുന്നില്ല ഈ ഒരു സ്പീക്കർ മേടിച്ചാൽ. ഓക്കെ, ശരിക്കും ഇതെനിക്ക് അങ്ങനെ ഒന്ന് എക്സ്പെരിമെൻറ്റ് ചെയ്യണമെന്നുണ്ട്, വെള്ളത്തിലൊക്കെ മുക്കി വെച്ച് നിങ്ങളെ കാണിക്കണമെന്നുണ്ട്. പക്ഷേ ഇപ്പം ഞാൻ അങ്ങനെ ഒരു ചലഞ്ച് ഏറ്റെടുക്കുന്നില്ല. അത് വേറൊന്നുമല്ല, ഇത് എൻ്റെതല്ല, എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെയാണ്. സോ എന്തെങ്കിലും എനിക്ക് പൈസയൊക്കെ ലഭിച്ച് ഇങ്ങനെ ഒരു സ്പീക്കർ മേടിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ശരിക്കും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഞാൻ അങ്ങനെ ഒരു എക്സ്പെരിമെന്റ് നടത്തുന്നതാണ്. ഈ ഒരു സ്പീക്കർ വെള്ളത്തിൽ മുക്കി കാണിക്കുന്നതാണ്. 20 വാട്ട്സിന്റെ ഔട്ട്പുട്ടാണ് ഈ ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ നൽകുന്നത്. ശരിക്കും എനിക്ക് ഈ ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകിയേക്കാം, നിങ്ങൾക്ക് പോയി പർച്ചേസ് ചെയ്യാവുന്നതാണ്. ശരിക്കും ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ മേടിക്കുമ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞതുകൊണ്ട് മേടിച്ചു അല്ലെങ്കിൽ മറ്റൊരാൾ പറഞ്ഞതുകൊണ്ട് മേടിച്ചു അങ്ങനെ ഒരിക്കലും ആവരുത്. നിങ്ങൾ പോയി ആ ഒരു പ്രൊഡക്റ്റ് കണ്ട് നിങ്ങൾക്ക് യൂസ് ചെയ്ത് ഇഷ്ടപ്പെട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ മാത്രം അത് മേടിക്കുക. കാരണം ഓരോ പ്രൊഡക്റ്റ് ഓരോരുത്തരുടെ ചോയ്സാണ്. ഇപ്പോൾ എനിക്ക് ചിലപ്പോൾ അതിൻ്റെ ആ സ്റ്റൈലായിരിക്കും ഇഷ്ടപ്പെട്ട, അല്ലെങ്കിൽ മറ്റൊരാൾക്ക് അതിൻ്റെ ആ ഒരു സൗണ്ടിൻ്റെ ക്വാളിറ്റി അങ്ങനെ ആയിരിക്കും. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് ഓരോ പ്രൊഡക്റ്റ് ഇഷ്ടപ്പെടുന്നത്. നിങ്ങൾ പോയി യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നിക്കഴിഞ്ഞാൽ മാത്രം നിങ്ങൾ മേടിക്കുക. കാരണം പൈസ കൊടുക്കുന്നത് നിങ്ങളാണ്. അപ്പോൾ ശരിക്കും ഈ ഒരു സ്പീക്കറിന് 14 രൂപ ഉണ്ട്. 14 എന്ന് പറഞ്ഞാൽ വെറും 14 രൂപയല്ല, 14,000 രൂപയുണ്ട്. അപ്പം അത്രയും എമൗണ്ട് കൊടുക്കുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം മേടിക്കുക. ഏതായാലും എനിക്ക് ഈ ഒരു പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ടു. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നിക്കഴിഞ്ഞാൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ എന്നും പറയും പോലെ ഇനേബിൾ ചെയ്യുക. എന്നാൽ മാത്രമേ ഞങ്ങളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുകയുള്ളൂ. അപ്പം മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം. ആൻഡ് ഇറ്റ്സ് മീ യുവർ ശ്രീലാൽ സൈനിങ് ഓഫ്.